എല്ലാവർക്കും വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നമുക്കേവർക്കും അറിയാം GST നിയമത്തിൽ ഒരു ചരിത്രപ്രധാനമായ ഹിസ്റ്റോറിക്കായ ഒരു രണ്ടാം വരവാണ്, അതായത് GST 2.0 സെപ്റ്റംബർ 3-ാം തീയതിയിലെ 56-ാം GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തത്. സാധാരണക്കാരുടെ ജനജീവിതത്തിന് വളരെ നികുതി ആനുകൂല്യങ്ങളാണ് 56-ാം GST കൗൺസിൽ പ്രഖ്യാപിച്ചത്. 18%, 28% എന്ന നികുതി സ്ലാബുകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പല നിത്യോപയോഗ സാധനങ്ങളുടെയും നികുതി ഒഴിവാക്കുകയും മറ്റു പലതിനും വലിയ നികുതി ഇളവുകൾ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ലക്ഷറി ഐറ്റംസായ മോട്ടോർ വെഹിക്കിൾ, സർവീസിൽ വരുന്ന ഓൺലൈൻ ഗെയിമിംഗ് എന്നിവ 40% എന്ന ഉയർന്ന നിരക്കിൽ മാറ്റപ്പെടുകയും ചെയ്തു. ടുബാക്കോ പ്രോഡക്ട്സ്, പുകയില ഉൽപ്പന്നങ്ങൾ തൽക്കാലം 28% തന്നെ നിലനിൽക്കുന്നു. അതുപോലെ ഫ്ലൈ ആഷ്, ബ്രിക്സ് തുടങ്ങിയ സാധനങ്ങളും സേവനങ്ങളും തന്നെ 12%-ലും വിത്തൗട്ട് ITC 6%-ലും നിലനിൽക്കും. നമുക്കറിയാം, ഈ നികുതി മാറ്റങ്ങളെല്ലാം തന്നെ സെപ്റ്റംബർ 22-ാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഈ അവസരത്തിൽ കച്ചവടക്കാർക്കും ഒപ്പം ടാക്സ് പ്രൊഫഷണൽസിനും നിരവധി സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ നികുതി നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു നികുതി മാറ്റം വരുമ്പോൾ, റേറ്റിൽ മാറ്റം ചേഞ്ചസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ നാം ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം പ്രസ് റിലീസ് ഇറങ്ങി 3-ാം തീയതി ഈ ഒരു GST കൗൺസിൽ 22 എന്നുള്ള ഒരു ടൈം ലിമിറ്റ് പ്രഖ്യാപിച്ചെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മാത്രമാണ് ഇത് നോട്ടിഫൈ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ മാത്രമേ ഈ ഒരു നികുതി നിയമത്തിന് സാധുതയുണ്ടാവുകയുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി നമുക്ക് സെപ്റ്റംബർ 22-ാം തീയതി മുതൽ തന്നെ ഈ ഒരു വിജ്ഞാപനത്തിന് തുടക്കമായി എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രസ് റിലീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 56-ാം GST കൗൺസിൽ റെക്കമെൻഡേഷൻസിൽ 3.9 4-5 അനക്സ്ചർ ആയിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൃഹത്തായ ഒരു പ്രസ് റിലീസ് GST കൗൺസിൽ ഇറക്കുന്നത്. അതിൽ അനക്സ്ചർ 1 HSN വൈസ് റേറ്റ് ചേഞ്ചസ് ഓൺ ഗുഡ്സ്, അനക്സ്ചർ 2 സെക്ടർ വൈസ് റേറ്റ് ചേഞ്ചസ് ഓൺ ഗുഡ്സ്, അനക്സ്ചർ 3 HSN വൈസ് റേറ്റ് ചേഞ്ചസ് ഓൺ സർവീസസ്, അനക്സ്ചർ 4 സെക്ടർ വൈസ് റേറ്റ് ചേഞ്ചസ് ഓൺ സർവീസസ്, അനക്സ്ചർ 5 മെഷേഴ്സ് ഫോർ ഫെസിലിറ്റേഷൻ ഓഫ് ട്രേഡ്. അതായത് സെക്ടർ വൈസ് പല പല മേഖലകളിൽ, ആരോഗ്യ മേഖലയാണെങ്കിലും നിർമ്മാണ മേഖലയാണെങ്കിലും കരകൗശല മേഖല, ടെക്സ്റ്റൈൽ മേഖല, ഇങ്ങനെ പല മേഖലകൾ തിരിച്ച് HSN വൈസ് SIC കോഡ് അങ്ങനെ വളരെ കൃത്യമായ രീതിയിലാണ് ഈ ഒരു പ്രസ് റിലീസ് ഇറക്കപ്പെട്ടത്. അതുപോലെ തന്നെ പല ആനുകൂല്യങ്ങളോട് കൂടിയ മെഷേഴ്സ്, ട്രേഡിൽ ഉണ്ടാകേണ്ട മെഷേഴ്സും കൂടി അവർ ഈ ഒരു കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് രജിസ്ട്രേഷൻ സംബന്ധിച്ചായാലും എക്സ്പോർട്ടിനുള്ള റീഫണ്ട് സംബന്ധിച്ചായാലും തുടങ്ങിയ പല കാര്യങ്ങളിലും കച്ചവടക്കാർക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു റെക്കമെൻഡേഷൻസ് അവർ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാധനങ്ങളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഗുഡ്സ്, ചേഞ്ചസ് ഇൻ ഗുഡ്സിലാണെങ്കിൽ 0% 5% എന്നുള്ളതിൽ 5% നികുതി നിരക്കുണ്ടായിരുന്ന പല ഗുഡ്സിനും 0-ലേക്കും 18-ലേക്കും മാറ്റപ്പെട്ടു. അതുപോലെ 12% എന്ന നികുതി സ്ലാബിൽ ഉണ്ടായിരുന്ന പലതും 0%, 5%, 18% അങ്ങനെ 3 സ്ലാബുകളിലേക്കായി മാറ്റപ്പെട്ടു. 18% എന്ന നികുതി നിരക്ക് 0 എന്ന സ്ലാബിലും 5 എന്ന സ്ലാബിലും 40 എന്ന ഉയർന്ന നികുതി നിരക്കിലേക്ക് മാറ്റപ്പെട്ടു. 28% എന്ന നികുതി നിരക്ക് 18%-ലേക്ക് മാറ്റപ്പെടുന്നതോടൊപ്പം തന്നെ കൂടിയ റേറ്റായ 40%-ത്തിലോട്ടും മാറ്റപ്പെട്ടു. അപ്പോൾ നമുക്കറിയാം, ഇതിൽ 5% ഉള്ള പലതും 0-ലൊക്കെ ആയത് ഫുഡ് ഐറ്റംസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, പല സർവീസുകൾ അത് ടാക്സിൽ
വ്യത്യാസം വരുത്തി, ഇളവ് വരുത്തി. അതുപോലെ മോട്ടോർ വാഹനങ്ങൾ, ചെറിയ കാറുകളൊക്കെ 18% കൊണ്ടുവന്നപ്പോൾ ലക്ഷറിയായ സാധനങ്ങളൊക്കെ തന്നെ 40% ഉയർത്തപ്പെട്ടു. എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, സെസ് നമ്മൾക്ക് ഒഴിവാക്കപ്പെട്ടു എന്നുള്ള ഒരു പ്രധാന കാര്യവും കൂടി നാം ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വാഹനങ്ങൾക്കുള്ള സെസ് 40% ഉയർത്തിയെങ്കിലും സെസ് അവിടെ ഒഴിവാക്കപ്പെട്ടു. ആ ഒരു ആനുകൂല്യം നമുക്ക് ഇവിടെ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുകയും നോട്ടിഫൈ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സർവീസ് മേഖല എടുക്കുകയാണെങ്കിൽ 0% നിലനിൽക്കുന്നു, 5% നിലനിൽക്കുന്നു. എന്നാൽ 12% എന്ന സ്ലാബിനെ അവർ പൂർണ്ണമായി ഒഴിവാക്കി. എന്നാൽ അതിനെ 5% മാറ്റപ്പെട്ടു, 18% മാറ്റപ്പെട്ടു. 18% ഉണ്ടായിരുന്ന ചില സേവനങ്ങൾ 0 എന്ന എക്സംപ്റ്റഡിലേക്കും 5% മാറ്റപ്പെട്ടു. 28%, അതായത് ഓൺലൈൻ ഗെയിമിങ് പോലെയുള്ള സർവീസസ് 40% ഉയർത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള അമെൻമെൻറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നോട്ടിഫൈ ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ്, ഇതിന് വിജ്ഞാപനം ഇറങ്ങിയാലേ നമ്മൾക്കത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ രീതിക്ക് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുകയുണ്ടായി. പുതിയ അമെൻമെൻറ്റ്സ് നോട്ടിഫൈ ചെയ്യപ്പെട്ടു. ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓൺ 56th GST കൗൺസിൽ മീറ്റിംഗ് നമുക്ക് 17/9/2025 പുതിയ നികുതി മാറ്റങ്ങൾ നോട്ടിഫൈ ചെയ്യപ്പെട്ടത്. അതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് 9/2025 സെൻട്രൽ ടാക്സ് റേറ്റ്. ആ 1/2027 എന്ന GST തുടങ്ങിയ കാലത്തുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ മാറ്റങ്ങളാണ്. പല ടാക്സ് റേറ്റുകൾക്കും വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള, ഇനി നാം GSTയുടെ ടാക്സബിളിൻ്റെ ആ ഒരു കണക്കെടുക്കുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് 1/2017 അല്ല, നമ്മളിനി 9/2025 കണക്കിലെടുക്കേണ്ടത്. അത്രയും വലിയ ബൃഹത്തായ ഒരു മാറ്റമാണ് ഇവിടെ നമുക്ക് GST കൗൺസിൽ റെക്കമെൻഡേഷൻ വഴി നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 9/2025 1/2017 പറഞ്ഞിരിക്കുന്ന പല നികുതി നിരക്കുകളും 5%, 9%, അതായത് 18%, 5%, 40% എന്നുള്ള രീതിക്ക് മാറ്റപ്പെടുകയുണ്ടായി. 10/2025 എന്നുള്ളത് എക്സംപ്ഷൻ നോട്ടിഫിക്കേഷനാണ്. നേരത്തെ തന്നെ എക്സംപ്റ്റഡ് ആയ 2/2017 GST തുടങ്ങിയ കാലത്ത് എക്സംപ്റ്റ് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷൻ, എക്സംപ്ഷൻ ഉള്ള സാധനങ്ങൾ നോട്ടിഫൈ ചെയ്യപ്പെട്ടിരുന്ന ആ നോട്ടിഫിക്കേഷൻ്റെ അമെൻമെൻറ്റാണ് 10/2025 എന്ന നോട്ടിഫിക്കേഷൻ വഴി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂ ലിസ്റ്റ് ഓഫ് എക്സംപ്ഷൻ ടു സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആസ് പെർ ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ചാപ്റ്റർ ഹെഡിങ്. അപ്പോൾ 2/2017 പറഞ്ഞിരിക്കുന്ന പല എക്സംപ്ഷൻ നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് 10/2025 എന്നുള്ള നോട്ടിഫിക്കേഷനിലാണ്. അതുപോലെ തന്നെ 11/2025 നമ്മുടെ പ്രസ് റിലീസിലെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പെട്രോളിയം ഓപ്പറേഷൻസ് എന്നുള്ള ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട നികുതി നിരക്കിലെ മാറ്റമാണ് ഈ ഒരു 11/2025 എന്ന നോട്ടിഫിക്കേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ 12/2025 സീസ് ടു അമെൻഡ് 8/2018 നമുക്കറിയാം, ഓൾഡ് കാറിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 8/2018 എന്നുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കുകയുണ്ടായി. അതിന് മാറ്റം കൊണ്ടുവന്നു. ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് 18%, 40% വണ്ടികളുടെ ആ ഒരു നിലവാരം അനുസരിച്ച് വില കൂടിയതാണോ കുറഞ്ഞതാണോ എന്നുള്ള രീതിക്ക് 9%, 20%, അതായത് 18%, 40% എന്നുള്ള ആ ഒരു ടാക്സിൻ്റെ ചേഞ്ചസ് ഈ 8/2018 എന്നുള്ള യൂസ്ഡ് കാറിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നിലവിൽ വരുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് 12/2025. 13/2025 എന്ന് പറയുന്നത് കരകൗശല മേഖലയിലെ
കംപ്ലീറ്റ് 2.5%, അതായത് 5% മാറ്റപ്പെട്ടു എന്നുള്ള ദീർഘമായ HSN കോഡ് വെച്ച് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ മാറ്റങ്ങൾ അവർ നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ എല്ലാവരും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൃത്യമായ നികുതി നിരക്കിൽ ചേഞ്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇൻവോയ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. നോട്ടിഫിക്കേഷൻ 14/2025 സീസ് ടു നോട്ടിഫൈ റേറ്റ്സ് ഓഫ് ബ്രിക്സ്. അപ്പം നേരത്തെ നമ്മൾ പറയുകയുണ്ടായി 12% സ്ലാബ് മുഴുവനായി ഇല്ലാതാക്കുന്ന സമയത്ത് ഈ ഒരു ബ്രിക്സ് എന്ന് പറയുന്ന ബിൽഡിംഗ് ബ്രിക്സ് എന്നുള്ള പറയുന്ന ഫ്ലൈ ആഷ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ 12 തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനു വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു നോട്ടിഫിക്കേഷനാണ് 14/2025. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ 20 ലക്ഷം എന്നുള്ള ഒരു ത്രഷോൾഡ് ലിമിറ്റ് ഫ്ലൈ ആഷ് ബ്രിക്സ് പറയുന്ന ആ പർട്ടിക്കുലർ HSN കോഡ് പറയുന്ന സാധനങ്ങൾ 12% വിത്ത് ITC, 6% കോമ്പൗണ്ടിങ് റേറ്റ്, ആ റേറ്റിൽ കണ്ടിന്യൂ ചെയ്യും എന്നാണ് 14/2025 എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 15/2025 പല പല സേവനങ്ങൾ, അതായത് അക്കോമഡേഷൻ സർവീസസ് 5% വിത്തൗട്ട് ITCയിലേക്ക് മാറ്റപ്പെട്ടു. പിന്നെ റെസ്റ്റോറൻറ്റ് സർവീസ് 5% നിലനിൽക്കുന്നു. ടൂർ ഓപ്പറേറ്റിംഗ് സർവീസസ്, അതുപോലെ ബ്യൂട്ടി പാർലർ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് ബ്യൂട്ടി പാർലർ. നമുക്ക് 5% വിത്തൗട്ട് ITCയിലേക്ക് മാറ്റപ്പെട്ടു. തുടങ്ങിയ സേവനങ്ങളുടെ നികുതി നിരക്കിലെല്ലാം തന്നെ ഈ ഒരു 15/2025 എന്ന നോട്ടിഫിക്കേഷൻ വഴിയാണ് നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസിൽ പറയുന്ന എല്ലാം ഓരോരോ കാര്യങ്ങൾ, എക്സ്റ്റൻഡഡ് സർവീസ്, അക്കോമഡേഷൻ സർവീസ്, റെസ്റ്റോറൻറ്റ് സർവീസ്, ടൂർ ഓപ്പറേറ്റ്, ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ആമുഖമായി 22-ാം തീയതിക്ക് തൊട്ട് മുമ്പ് നാം പാലിക്കപ്പെടേണ്ടതായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഉടൻ തന്നെ എത്തിക്കുന്നതാണ്. 16/2025 എന്ന നോട്ടിഫിക്കേഷനിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി എക്സംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ആനുകൂല്യമാണ് GST ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു സർവീസ് എക്സംപ്റ്റ് ചെയ്തതിൽ കൂടി സാധാരണക്കാർക്ക് നൽകിയിരിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് പോളിസിയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയും ഇൻഡിവിജ്വൽസിൻ്റെ, അപ്പം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വ്യക്തികളുടെയാണ്. ഇൻഡിവിജ്വൽസിൻ്റെ LIC, മെഡിക്ലെയിം തുടങ്ങിയ പോളിസീസ്, ഇൻഷുറൻസ് മേഖലയാണ് നമുക്ക് എക്സംപ്റ്റഡ് ആക്കി തന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 16/2025 എന്നുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ. 17/2025 എന്നുള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ ലോക്കൽ ഡെലിവറി സർവീസ് എന്നുള്ള ഒരു സർവീസും കൂടി 9(5) എന്ന സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് 17/2025. ലോക്കൽ ഡെലിവറി സർവീസ് ഒരു ലിറ്റിഗേഷൻ മേഖലയായിരുന്നു. ഇപ്പോൾ ഇ-കോമേഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ ലോക്കൽ ഡെലിവറി സർവീസ് ഈ സപ്ലയർക്ക് അതിന് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവരും, ഇല്ലെങ്കിൽ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ തന്നെ പേ ചെയ്യണം. അതല്ലാതെ വരുന്ന എല്ലാ ലോക്കൽ ഡെലിവറി സർവീസിനും നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പരിധിയിൽ 9(5) എന്നുള്ള സെക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നോട്ടിഫൈ ചെയ്യുന്നതാണ് 17/2025. നോട്ടിഫിക്കേഷൻ നമ്പർ 2/2025 കോമ്പൻസേഷൻ സെസ് ഒഴിവാക്കിക്കൊണ്ടുള്ള പല മേഖലകളിൽ മോട്ടോർ കാർ വാഹനങ്ങൾക്കുൾപ്പെടെ പല മേഖലകളിലുള്ള കോമ്പൻസേഷൻ സെസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. 1/2027 കോമ്പൻസേഷൻ സെസ് എന്ന നോട്ടിഫിക്കേഷനെ അമെൻഡ് ചെയ്തുകൊണ്ട് 2/2025 എന്നുള്ള പുതിയ നോട്ടിഫിക്കേഷനാണ് നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്, കോമ്പൻസേഷൻ സെസ് ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 9, 10, 11, 12, 13, 14, 15, 16, 17 തുടങ്ങിയ നോട്ടിഫിക്കേഷനുകളും, അതുകൂടാതെ കോമ്പൻസേഷൻ സെസ്സിന് 2/2025 എന്നുള്ള നോട്ടിഫിക്കേഷനും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബൃഹത്തായ മാറ്റം വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്.
ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 22/9 തൊട്ട് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം, ട്രേഡേഴ്സും അതുപോലെ ടാക്സ് പ്രൊഫഷണൽസും, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ബി ഫോർവേഡഡ് ബൈ ട്രേഡേഴ്സ് ആൻഡ് ടാക്സ് പ്രൊഫഷണൽസ് എന്നുള്ള കാര്യങ്ങളും കൂടി നാം ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് GST ടാക്സ് റേറ്റ് ചേഞ്ച്. അപ്പോൾ ഒരാളുടെ സാധനം അല്ലെങ്കിൽ സേവനം എന്താണ് കറക്റ്റ് GST റേറ്റ് എന്ന് നാം ഇപ്പം ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ വഴി ചെക്ക് ചെയ്ത് ആദ്യം നമ്മൾ റേറ്റ് ഓഫ് ടാക്സിൽ വന്ന മാറ്റം കറക്റ്റായി ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് പ്രോപ്പർലി ക്രോസ് ചെക്ക് വിത്ത് ദി HSN ആൻഡ് SAC കോഡ്സ് വിത്ത് യുവർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് മാച്ചിങ് വിത്ത് യുവർ ചേഞ്ചസ് ഇൻ ടാക്സ് റേറ്റ്സ്. അപ്പം നമുക്കറിയാം ഒരു സാധനം അല്ലെങ്കിൽ സേവനം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് HSN അല്ലെങ്കിൽ SAC കോഡ് വഴിയാണ്. അപ്പം നാളെ എന്തെങ്കിലും ഒരു ലിറ്റിഗേഷൻ റേറ്റ് ഓഫ് ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് ഈ ഒരു HSN SAC കോഡ് ആയതുകൊണ്ട് തന്നെ പ്രസ് റിലീസിലായാലും അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ നോട്ടിഫിക്കേഷനുകളിലെല്ലാം അതൊരു കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മളുടെ നികുതി മാറ്റം വന്നിരിക്കുന്ന സാധനം അല്ലെങ്കിൽ സേവനം ഏത് HSN അല്ലെങ്കിൽ ഏത് SAC കോഡിൽ പെടുന്നതാണെന്നും അതിനെന്താണ് മാറ്റം വന്നത്, നിലവിൽ ഏത് HSN ആണ്, മാറ്റം വന്നത് ഏതിനാണ്, അങ്ങനെ കൃത്യമായി നമ്മൾ ഈ കോഡ് വെച്ച് ചെക്ക് ചെയ്യുക. Physical stock separately for each goods pertaining to different GST tax rates. Physical stock അതായത് പല പല നികുതി നിരക്കുകൾ ഉണ്ടെങ്കിൽ ഓരോ നികുതി നിരക്കിലും 5 നമുക്ക് നിലവിലുള്ള ടാക്സ് റേറ്റിൽ 5 എത്രയുണ്ട്, 12 എത്രയുണ്ട്, ബാലൻസ് സ്റ്റോക്ക് എത്രയുണ്ട് എന്ന് കൃത്യമായി നമ്മൾ ആ ഒരു സ്റ്റോക്ക് എടുത്താൽ മാത്രമേ നമുക്ക് പ്രത്യേകിച്ചും ഇതിനകത്ത് റേറ്റ് റിഡക്ഷൻ റിവേഴ്സൽ, കാരണം എക്സംപ്റ്റഡ് ആയ ഐറ്റത്തിന് നമുക്ക് റിവേഴ്സൊക്കെ ചെയ്യപ്പെടേണ്ട ആവശ്യകതയുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ ബാലൻസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ ഈ ഒരു ITC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാലിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ സ്റ്റോക്ക് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ഗുഡ്സ് പെർട്ടൈനിങ് ടു ഡിഫറെൻറ്റ് GST ടാക്സ് റേറ്റ്സ്, ഓരോ നികുതി നിരക്കിലെയും ബാലൻസ് സ്റ്റോക്കിൻ്റെ പ്രത്യേകമുള്ള സ്റ്റോക്ക് നമ്മൾ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ബില്ലിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. Make necessary changes to your billing softwares with the effective date 22/9/2025. അപ്പോൾ 22/9/2025 ഇഫക്റ്റീവ് ഡേറ്റ് ആക്കുന്ന രീതിയിൽ നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ വേണ്ട മാറ്റങ്ങൾ നാം വരുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾക്ക് 22/9 മുതൽ ആ ഒരു ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Fix your selling rate so that the end user will get the benefit of the rate deduction which is focusing by the government. ഗവൺമെൻറ് ഈ ഒരു വലിയ ബൃഹത്തായ നികുതി ആനുകൂല്യങ്ങൾ നമ്മുടെ സാധാരണക്കാർക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ സാധാരണക്കാരിലേക്ക് എത്താനായി വേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ട്രേഡേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാധനങ്ങളുടെ നികുതി നിരക്കുകളിൽ വന്ന മാറ്റങ്ങൾ, കുറവുകൾ, ചിലത് ഫുഡ് ഐറ്റംസ് 0 ആയിട്ടുണ്ട്, ചിലതിന് 18 നിന്നും 12 നിന്നും ഒക്കെ 5 ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടാക്സ് റിഡക്ഷൻ വഴി വരുന്ന നികുതി കുറവ്, വിലക്കുറവ് സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ട നടപടിക്രമങ്ങൾ കച്ചവടക്കാർ കൈക്കൊള്ളേണ്ടതാണ്. അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലൂക്കോമീറ്റർ, ചില മെഡിസിൻസിൻ്റെ ഫുൾ ലിസ്റ്റ് പ്രസ് റിലീസിലും നോട്ടിഫിക്കേഷനിലും ഒക്കെ ഉണ്ട്. അതുപോലെ ഫുഡ് ഐറ്റംസ് ഒഴിവാക്കിയപ്പെടും. ഇവയ്ക്കെല്ലാം തന്നെ ഇളവുകളും നികുതി കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എൻഡ് യൂസറിൽ എത്താനായിട്ട് വേണ്ട നടപടിക്രമങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. ഇനി ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല കമ്മോഡിറ്റീസിനും MRP അതിനകത്ത് ഫിക്സ് ചെയ്ത് കാണും. എന്നാൽ ലീഗൽ മെട്രോളജി സർക്കുലർ മുഖാന്തരം അറിയിച്ചിട്ടുള്ളത് MRP നമ്മൾ ആ സ്റ്റിക്കർ കീറിക്കളയോ സ്ക്രാച്ച് ചെയ്യുകയോ ഒന്നും തന്നെ ആവശ്യമില്ല. എന്നാൽ പ്രൈസ് റിഡക്ഷൻ വരുന്നത്, വിലക്കുറവ് സാധാരണക്കാരനിൽ എത്തിക്കാനായിട്ട് ആ ഒരു സെയിൽസിൽ റിഫ്ലക്റ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ മാനുഫാക്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു പ്രൈസ് റിഡക്ഷൻ്റെ കാര്യം
നമ്മളുടെ മീഡിയ വഴിയും മറ്റു സർക്കുലർ വഴിയുമൊക്കെ കൺസ്യൂമേഴ്സിനും റീറ്റെയിലേഴ്സിനും നമ്മുടെ പൊതുജനത്തിനുമൊക്കെ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യവും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദോസ് ഗുഡ്സ് വിച്ച് ആർ സ്റ്റിക്കഡ് വിത്ത് MRP rate, there is no need of affixing revised price stickers as per the circular from Legal Metrology Department on 18/9/25. The manufacturers, packers, importers are now required to send only circulars to wholesale dealers, retailers, etc. about revised prices with a copy thereof endorsed to Director Legal Metrology of the Central Government and Controller Legal Metrology of all states to ensure price compliance at the retail level. റീറ്റെയിൽ ലെവലിലേക്ക് പ്രൈസ് റിഡക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിക്ക് ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഹൗവർ ദി മാനുഫാക്ചേഴ്സ്, പാക്കേഴ്സ്, ഇമ്പോർട്ടേഴ്സ് ഷാൾ ടേക്ക് immediate measures to sensitize dealers, retailers, consumers about revision in GST rates through all possible channels of communication including electronic, print and social media. അപ്പോൾ നമ്മൾ സാധാരണക്കാരിലേക്കും പബ്ലിക്കിലേക്കും ഈ ഒരു അവബോധം ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റെപ്സ് കൈക്കൊള്ളണം എന്ന് ആ ഒരു ലീഗൽ മെട്രോളജിയിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റേറ്റ് ചേഞ്ചിൻ്റെ എഫക്റ്റാണ്. അപ്പോൾ റേറ്റ് റെഡ്യൂസ് ചെയ്ത് നില്ലാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എൻ്റെ സാധനം ഇന്നലെ വരെ 5-12 ആയിരുന്നു, എന്നാൽ 22/9 അത് 0% എക്സംപ്റ്റഡിലേക്ക് പോകുമ്പോഴെന്താണ് അതിൻ്റെ എഫക്റ്റ്? ITC റിവേഴ്സൽ ഓൺ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ 21/9/2025 ഇൻക്ലൂഡിങ് ITC റിവേഴ്സൽ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് ത്രൂ ITC 03. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയം, ആ ഇൻവോയ്സിൽ മൊത്തത്തിൽ ഞാൻ റിവേഴ്സ് ചെയ്യേണ്ടി വരുമോ? അത് വേണ്ട. നമുക്ക് 21/9/2025 ആ പർട്ടിക്കുലർ സാധനത്തിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് 0 ആയിട്ടുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിയിലുള്ള ITC മാത്രം നാം ITC 03 വഴി റിവേഴ്സ് ചെയ്താൽ മതി. അതിനു വേണ്ടിയുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITC നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതും പ്രപ്പോർഷനേറ്റായിട്ട് നാം റിവേഴ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ITC 03യുടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്ന നോർമലി നമുക്ക് കോമ്പോസിഷനിൽ നിന്ന് റെഗുലറിലേക്ക് പോകുമ്പോൾ 60 days ടൈമാണ് നോർമലി അലോ ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും നമുക്ക് പ്രത്യേകിച്ചൊരു ടൈം ലിമിറ്റ് എവിടെയും പ്രതിപാദിക്കാത്തതിനാൽ 30 ദിവസം 60 ദിവസം ആ രീതിക്ക് തന്നെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ ടാക്സ് കംപ്ലയിൻസ് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് ITC 03 ഫയൽ ചെയ്യുന്നതാണ് ഉചിതം. ഇനി റേറ്റ് റിഡക്ഷൻ, നമ്മളുടെ റേറ്റ് 12-5 ആയി അല്ലെങ്കിൽ 18-5 ആയി, അവിടെ ഒരു ITC റിവേഴ്സലിൻ്റെ ആവശ്യമില്ല. മിക്കവാർക്കും പേർക്കുള്ള സംശയമാണ്, എൻ്റെ ITC എല്ലാം ഞാൻ ഈ റേറ്റ് കുറയുമ്പോൾ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. അങ്ങനത്തെ റിവേഴ്സൽ ആവശ്യമില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ 12% ആയിരുന്നു 21/9 വരെ, അത് 22 ആയപ്പോൾ 5% ആയെങ്കിൽ അവിടെ റിവേഴ്സലിൻ്റെ ആവശ്യമില്ല. ആ നിങ്ങളുടെ ITC ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ITC നിങ്ങൾക്ക് ഈ 5% നികുതി നിരക്ക് കുറഞ്ഞ ആ 5% ഡിസ്ചാർജ് ചെയ്യാനായി, അത് അടയ്ക്കാനായി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല, ITC റിവേഴ്സലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ 3 സിനാരിയോയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ITC റിഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ഉടൻ തന്നെ ഞാനത് ഇടുന്നതാണ്. കാരണം അവിടെ പല കാര്യങ്ങളും പല സിനാരിയോസും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 21-ാം തീയതി നാം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സ്റ്റോക്ക് എടുക്കുക, അതിൻ്റെ ബില്ലിങ് ശരിയാക്കുക, അതിൻ്റെ എത്രയാണ് സ്റ്റോക്ക് എടുത്താലേ നമുക്ക് എത്രയാണ് റിവേഴ്സൽ വേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നാം സ്റ്റോക്ക് എടുത്ത് ബില്ലിങ്ങിനായി തയ്യാറെടുക്കുക. കാരണം റിവേഴ്സൽ വരുന്നത് സെപ്റ്റംബറിൽ റിട്ടേൺ, ഒക്ടോബറിൽ ഫയൽ ചെയ്യുമ്പോഴാണ്. അതിനു മുമ്പ് തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സിനാരിയോയിൽ എങ്ങനെ ആണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിൽ നിങ്ങൾക്കായി പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത നാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല കച്ചവടക്കാർക്കുമുള്ള ഒരു സംശയമാണ്, എൻ്റെ ഇൻവോയ്സ് ഡേറ്റും ഞാൻ പേയ്മെൻറ്റ് നേരത്തെ കിട്ടി, അല്ലെങ്കിൽ ഇൻവോയ്സ് ഞാൻ നേരത്തെ ഇട്ടു, എനിക്ക് പൈസ പിന്നെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സാധനം കൊടുത്തു, പൈസ ഇനിയാണ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇൻവോയ്സ് ഞാൻ 22-ാം തീയതിക്ക് ശേഷമാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ GSTയുടെ റേറ്റ് ആപ്ലിക്കബിലിറ്റി പഴയ റേറ്റാണോ പുതിയ റേറ്റാണോ? അപ്പം നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത് GSTയുടെ സെക്ഷൻ 14 ആണ്. അതായത്
ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഒരു റേറ്റ് ചേഞ്ച് വരുമ്പോൾ ഗുഡ്സിൻ്റെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്കിൽ മാറ്റം വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 40. ഇതിൽ 2 സെക്ഷൻ എയും ബിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ എയിൽ പറയുന്നത് ഇൻ കേസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഹാവ് ബീൻ അപ്ലോഡഡ് ബിഫോർ ദി ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്. അതായത് നമ്മളുടെ നികുതി നിരക്കിന് മുന്നിലാണ് നമ്മളുടെ സാധനങ്ങളും സേവനങ്ങളും സപ്ലൈ നടന്നിട്ടുള്ളതെങ്കിൽ, അതുകൊണ്ടാണ് ബിഫോർ ദി ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പാണ് നമ്മളുടെ സപ്ലൈ നടന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് നികുതി മാറ്റം, ഏത് റേറ്റാണ് ആപ്ലിക്കബിൾ. അവിടെ 25/9 നമ്മളുടെ ഇൻവോയ്സ് ഡേറ്റ്. അതായത് ഈ ഒരു 22 നികുതി നിരക്ക് മാറ്റം വന്ന് തുടങ്ങിയ ഡേറ്റിന് ശേഷമാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയത്, അതിന് ശേഷമാണ്. എന്നാൽ എൻ്റെ സപ്ലൈ അതിന് മുന്നിൽ 22-ാം തീയതിക്ക് മുമ്പാണെങ്കിൽ 2 കാര്യങ്ങൾ ഇതിന് ശേഷമാണ് നടന്നിരിക്കുന്നത്. ഈ നികുതി 22/9 ശേഷമായതുകൊണ്ട് തന്നെ ന്യൂ റേറ്റാണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഇൻവോയ്സ് ഡേറ്റ് നികുതി ഡേറ്റിന് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പാണ് ഞാൻ ഇൻവോയ്സ് ഡേറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഇൻവോയ്സ് കൊടുത്തിട്ടുള്ളത്. പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അതിന് ശേഷമാണ്. എന്നാൽ സപ്ലൈ നടന്നതും ഈ ഒരു നികുതി നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പാണെങ്കിൽ അവിടെ ഓൾഡ് റേറ്റാണ്. കാരണം ഇൻവോയ്സും നേരത്തെ കൊടുത്തു, സപ്ലൈയും നേരത്തെ നടന്നു, പേയ്മെൻറ്റ് മാത്രമാണ് താമസിച്ച്. അതുകൊണ്ട് തന്നെ അവിടെ ഓൾഡ് റേറ്റാണ് പ്രാബല്യത്തിൽ വരുന്നത്. മറ്റൊരു സിനാരിയോ 24/9, അതായത് 22/9 ഈ നികുതി നിരക്ക് പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് ഇൻവോയ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതിന് എഗെയിൻസ്റ്റുള്ള പേയ്മെൻറ്റ് എനിക്ക് നേരത്തെ കിട്ടി, 22-ന് മുമ്പ് കിട്ടി. ഞാൻ സപ്ലൈയും നേരത്തെ സാധനവും നേരത്തെ കൊടുത്തിട്ടുണ്ട്, ബില്ല് മാത്രമാണ് ഞാൻ ഇതിന് ശേഷം കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഓൾഡ് റേറ്റാണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സപ്ലൈ ടാക്സ് റേറ്റിന് മുമ്പാണ് എന്നുള്ള രീതിക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സപ്ലൈ എല്ലാം 22-ന് മുമ്പാണെങ്കിൽ ഈ ഡേറ്റിൽ നമുക്ക് ഓൾഡ് റേറ്റ് ഏതാണ്, ന്യൂ റേറ്റ് ഏതാണ്. ഇനി നമ്മളുടെ സപ്ലൈ ആഫ്റ്റർ ദി ചേഞ്ച് 22-ാം തീയതിക്ക് ശേഷമാണ് എൻ്റെ സപ്ലൈ. അങ്ങനെയാണെങ്കിൽ എന്ത് റേറ്റ് ആയിരിക്കും? അതായത് ഇൻവോയ്സ് ഞാൻ നേരത്തെ കൊടുത്തു, 21-ാം തീയതി കൊടുത്തു, പേയ്മെൻറ്റ് എനിക്ക് അതിന് ശേഷം 6/10 കിട്ടിയത്, അതിൻ്റെ സപ്ലൈയും 5/10. അങ്ങനെയാണെങ്കിൽ ന്യൂ റേറ്റാണ്. നികുതി നിരക്ക് പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് 2 കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂ റേറ്റ്. ഇൻവോയ്സ് ഡേറ്റ് 5/7 നേരത്തെ ഇൻവോയ്സ് റേസ് ചെയ്തു, അതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് ഉടൻ തന്നെ 14-ാം തീയതി തന്നെ കിട്ടി. അതായത് ഈ നികുതി നിരക്കിന് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പേയ്മെൻറ്റും കിട്ടി. എന്നാൽ സപ്ലൈ നടന്നിരിക്കുന്നത് മാത്രം 22-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ അവിടെ ഓൾഡ് റേറ്റാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇനി ഇൻവോയ്സ് ഡേറ്റ് 30/9 ഇതിന് ഈ പ്രാബല്യത്തിൽ വരുന്നതിന് ശേഷമാണ് ഇൻവോയ്സ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് പേയ്മെൻറ്റ് എന്നാൽ അതിന് മുന്നിൽ കിട്ടുകയും ചെയ്തു. ഞാൻ സാധനങ്ങൾ 28-ാം തീയതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ വരികയിലും ന്യൂ റേറ്റാണ് അവിടെ ആപ്ലിക്കബിൾ ഉള്ളത്. അപ്പോൾ സാധനങ്ങൾ നമ്മൾ ഈ ആപ്ലിക്കബിലിറ്റി നമ്മളുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ബോത്ത് ഹാവ് ബീൻ സപ്ലൈഡ് ബിഫോർ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്. നമ്മുടെ റേറ്റ് ഓഫ് ടാക്സിന് മുമ്പാണെങ്കിൽ എങ്ങനെ, അതിന് ശേഷമാണെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് സെക്ഷൻ 14 പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ 22-ാം തീയതി നമ്മൾക്ക് ഒരു അനാലിസിസ് പറ്റുള്ളൂ. എൻ്റെ ട്രാൻസാക്ഷനിൽ ഏതൊക്കെ ന്യൂ റേറ്റിൽ പെടും, ഏതൊക്കെ ഓൾഡ് റേറ്റിൽ പെടും എന്നുള്ള രീതിക്ക് ഒരു അവബോധം നമുക്ക് കൃത്യമായി ഉണ്ടാവുകയുള്ളൂ. കീപ് യുവർ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് രജിസ്റ്റർ സെപ്പറേറ്റ്ലി. അപ്പം പിന്നെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലിറ്റിഗേഷനോ നോട്ടീസോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് കണക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ ഒരു റിപ്ലൈ കൊടുക്കാനോ 21/9 വരെയുള്ള ഡീറ്റെയിൽസ് 21/9 ശേഷം, അതായത് 22/9 മുതലുള്ള, അപ്പോൾ പർച്ചേസ് രജിസ്റ്റർ ആയാലും സെയിൽസ് രജിസ്റ്റർ ആയാലും എല്ലാം തന്നെ നമ്മൾ ഈ 2ആയി കീപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് അതിനകത്ത് തെറ്റുകൂടിയിട്ടുണ്ടോ, എല്ലാം കൃത്യമായിട്ടാണോ ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാനും നമ്മൾക്ക് 2ആയിട്ട് രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
പിന്നെ ഓൺ ദി ഒക്കേഷൻ ഓഫ് ഹിസ്റ്റോറിക് റിഫോം, ഇങ്ങനെയുള്ള വളരെ ബൃഹത്തായ ഈ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നാം ഈ ഒരു റേറ്റ് നോട്ടിഫിക്കേഷൻ കൃത്യമായി നോക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഇതിന് സംശയമുണ്ടെങ്കിൽ നമ്മൾക്ക് സപ്ലയറുമായിട്ട് ചെക്ക് ചെയ്യാം, ടാക്സ് പ്രൊഫഷണൽസുമായിട്ടും ഒക്കെ ചെക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ GST ടാക്സ് കംപ്ലയൻസസ് പാലിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നാം ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, മറ്റൊരാൾ ഇന്ന നികുതി നിരക്കെന്ന് പറഞ്ഞു എന്നുള്ള ഒരു അസംഷനിൽ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കരുത്. കൃത്യമായ നോട്ടിഫിക്കേഷൻസ് ഫോളോ ചെയ്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ അത് വെച്ചിട്ട് മാത്രമേ നാം നമ്മുടെ നികുതി നിരക്ക് നിശ്ചയിക്കപ്പെടാവുള്ളൂ. അല്ലാതെ ടാക്സബിൾ ഇപ്പം 12-ൽ നിന്ന് 5 ആയാൽ അത് 0 ആണെന്ന് തെറ്റിദ്ധരിച്ച് മുമ്പോട്ട് പോകരുത്. അതിനായി കൃത്യമായി ഞാൻ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുകയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെ 22-ാം തീയതിക്ക് മുമ്പ് പുതിയ ഈ ഒരു റിഫോമിന് തയ്യാറെടുക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു GSTയുടെ ബൃഹത്തായ നികുതി നിയമ മാറ്റം ആനുകൂല്യങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എല്ലാ കച്ചവടക്കാർക്കും ടാക്സ് പ്രൊഫഷണൽസിനും വിഷസ് അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം കച്ചവടക്കാരും ടാക്സ് പ്രൊഫഷണൽസും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. ഇതിൽ പറയുന്ന അമെൻമെൻറ്റുകളെല്ലാം തന്നെ പ്രത്യേകം വീഡിയോ ആക്കി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് വീഡിയോയും അപ്ഡേറ്റുമായി വരുന്നത് വരെയും നന്ദി, നമസ്കാരം. പിന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ പറയുന്ന ഡിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എടുക്കാവുന്നതാണ് എന്നുകൂടി ഈ അവസരത്തിൽ പറയുന്നു. നന്ദി, നമസ്കാരം.